നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ലാമാസിയയിലൂടെ വളർന്ന രണ്ട് താരങ്ങളുടെ പോരാട്ടം എന്ന രൂപത്തിൽ ബാഴ്സ ആരാധകർ അതിനെ ചിത്രീകരിക്കുന്നുണ്ട്. അത് ശരിയാണ്. ലമീൻ യമാൽ യുവതാരം സ്പെയിനിൻ്റെ നിരയിലും ലയണൽ മെസ്സി എന്ന വെറ്ററൻ അർജൻറ്റീനയുടെ നിരയിലും പോരാട്ടങ്ങൾ നയിക്കാനുണ്ടാകും. പല പ്രമുഖ ഫുട്ബോൾ മീഡിയകൾ പോലും ബാഴ്സ ആരാധകർ ഇന്ന് എവിടെ സപ്പോർട്ട് ചെയ്യുന്നുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ബാഴ്സയുടെ പ്രസിഡന്റ് ജോൻ ലാപ്പോർട്ടയ്ക്ക് ഒരു സംശയവുമില്ല ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അദ്ദേഹം പറയുന്നു മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ്, പക്ഷേ ലമീനെ തടയാനും ബുദ്ധിമുട്ടാണ്. നോക്കുക, നൗ ഐ ബിലീവ് ഇറ്റ് ഈസ് ലമീൻ യമാൽസ് മൊമെൻറ്റ്. മെസ്സി നമുക്ക് ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ളതല്ലേ, ഇനി ഇപ്പോഴിത് യമാലിൻ്റെ നിമിഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ബാഴ്സ ആരാധകർക്ക് ഇത് വലിയ സന്തോഷമുണ്ടാക്കുന്ന അഭിമാനത്തിൻ്റെ സമയമാണ്. ലാമാസിയിലൂടെ വളർന്നു വന്ന രണ്ടുപേര് ലോക ചാമ്പ്യന്മാരാവുക. മെസ്സി ഓൾറെഡി ലോക ചാമ്പ്യനാണല്ലോ, ഇത്തവണ യമാൽ എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ജോൻ ലാപ്പോർട്ട പറഞ്ഞു വെക്കുന്നത്. ലാപ്പോർട്ടയുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. മെസ്സി ഈസ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ് ലമീൻ യമാൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വേൾഡ് കപ്പ് ഫൈനലിൽ അത് ലമീൻ്റെ മത്സരമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവന് സ്വയം ഫുട്ബോൾ ലോകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു അവസരമാണിത്. ഫുട്ബോളിന് അതിൻ്റേതായിട്ടുള്ള ഓരോ സൈക്കിളുകളുണ്ട്. മെസ്സിയുടെ സൈക്കിൾ അവസാനിച്ചിട്ട് ഇനി പുതിയ സൈക്കിൾ ആരംഭിക്കട്ടെ. നൗ ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച്. ഇതൊരു മാറ്റത്തിൻ്റെ സമയമാണ്. മെസ്സി നമുക്ക് വർഷങ്ങളോളമുള്ള ഗ്ലോറി സമ്മാനിച്ചു. അതുപോലെ തന്നെ ബാഴ്സലോണയുടെ ഗ്ലോറിയസ് പാസ്റ്റിൻ്റെ ഭാഗവുമാണ് ലിയോ മെസ്സി. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴിത് ലമീൻ്റെ മൊമെൻ്റാണ്, ലമീൻ്റെ നിമിഷങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്നൊരു കാര്യമാണ് ലാമാസിയിലൂടെ വളർന്ന രണ്ടുപേര് ലോക ചാമ്പ്യന്മാരാവുന്നു എന്നുള്ളത്. ഇതാണ് ലാപ്പോർട്ട പറഞ്ഞത്. ഓൾറെഡി ലാമാസിയിൽ നിന്ന് വളർന്ന ലിയോ മെസ്സി വേൾഡ് ചാമ്പ്യൻ ആയിട്ടുണ്ട് 2022. അപ്പോൾ രണ്ടുപേര് ലോക ചാമ്പ്യന്മാരാവണമെങ്കിൽ യമാൽ ഇത്തവണ ചാമ്പ്യൻ ആവണം. യമാൽ ചാമ്പ്യൻ ആവും എന്ന വിശ്വാസത്തിലാണ് ലാപ്പോർട്ടയുള്ളത്. അപ്പോൾ ബാഴ്സ പ്രസിഡന്റ് സംശയമില്ല ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന്. നിങ്ങൾ ബാഴ്സ ആരാധകനാണോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തൂ. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.